മൂക്കൊലിപ്പ്, കണ്ണ് ചൊറിച്ചില്, തൊണ്ട ചൊറിച്ചില്, അതേപോലെ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇത് കുട്ടികൾക്ക് ഈ നേസൽ പോളിപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് മൂക്കടഞ്ഞു പോവുക, ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുക. ഇത്തരം ലക്ഷണങ്ങളൊക്കെ അലർജി അല്ലെങ്കിൽ നേസൽ പോളിപ്പ്, സൈനസൈറ്റിസിൻ്റെ ഒക്കെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. ഇത്തരം ബുദ്ധിമുട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള ടിപ്സുകൾ ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. അലർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം പലതിനോടും സെൻസിറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഡസ്റ്റിനോടായിരിക്കാം, ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഈ മൈറ്റ്സ് അല്ലെങ്കിൽ ടിക്സ്, ചെള്ള്, അങ്ങനത്തെ ഇൻസെക്ട്സിനോടായിരിക്കാം. പലതിനോടും നമ്മുടെ ബോഡി സെൻസിറ്റീവ് ആയിരിക്കും. അത് വ്യത്യസ്ത രീതിയിലായിരിക്കും ശരീരം ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത്. പൂവിനോട് അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡസ്റ്റിനോട് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ തുമ്മും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടെങ്കിൽ നമ്മളത് കഴിച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ചണർത്ത് വീർത്തിരിക്കും, അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഇൻസെക്റ്റ് ആണെങ്കിൽ ഇൻസെക്റ്റ് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ ഭയങ്കര റെഡിഷ് കളറായിരിക്കും. അങ്ങനെ എല്ലാത്തിനോടും സെൻസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇന്ന് റെസ്പിറേറ്ററി കംപ്ലയിൻറ്റ്സ് വളരെ അലർജിക്കായിട്ട് കോമൺ ആയിട്ടും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നേസൽ പോളിപ്പിൻ്റെ അകത്ത് ദശ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മൂക്കൊലിപ്പ്, ജലദോഷം, കഫക്കെട്ട്, അതേപോലെ ശ്വാസം തിങ്ങുന്ന പ്രശ്നങ്ങൾ, മൂക്കടപ്പിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം വായു അറകളിൽ ഈ കഫം കെട്ടിക്കിടന്നിട്ട് നമുക്ക് തലവേദന തോന്നും, തലയ്ക്കൊരു ഭാരം, പെരുപ്പ്, അതേപോലെ ഒരു ഓക്കാനം, ഛർദി, വായ്ക്കകത്തൊരു മെറ്റാലിക് ടേസ്റ്റ് ഫീൽ ചെയ്യുക, ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തന്നെ കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വളർച്ച കാരണവും കുട്ടികൾ വാ തുറന്നുറങ്ങുക, വായിക്കൂടെ ഉമിനീരിങ്ങനെ ഒലിച്ച് വരിക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, മോണ തള്ളി വരുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും, എസ്പെഷ്യലി ടെമ്പോറോ മാൻഡിബുലാർ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും, ശ്വാസം എടുക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഉമിനീരിറക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, തൊണ്ടയ്ക്കൊരു കഫം കെട്ടിയ പോലെ ഒരു ബുദ്ധിമുട്ടുകൾ, പോസ്റ്റ് നെസൽ ഡ്രിപ്പിംഗ്, അതായത് വായിൻ്റെ ഉള്ളിൽ കൂടെ കഫം ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പറയാം. ഇനിയിപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് അർട്ടിക്കേരിയൽ റാഷസ്, ഇപ്പം എന്തെങ്കിലും ചെള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്റ്റൊക്കെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തേനീച്ചയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ശരീരം ചെണർത്തിരിക്കില്ലേ, അതേ ടൈപ്പ് ഓഫ് അലർജിയാണ് ഈ അർട്ടിക്കേരിയൽ റാഷസ് അല്ലെങ്കിൽ ഹൈവ്സ് എന്ന് പറയുന്നത്. അതും ശരീരത്തിൽ IgE ലെവൽ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ആണത്. IgE ലെവൽ കൂടിയിട്ടുള്ള ഒരവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ള അർട്ടിക്കേരിയ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് പല കെമിക്കൽസിനോടും അലർജി ഉണ്ടാവും. ലൈക്ക് നമ്മളിപ്പം ആസ്പെറ്റോസിൻ്റെ ഒക്കെ ഷീറ്റ് അങ്ങനത്തതിനോടൊക്കെ അലർജി ഉണ്ടാവും. ആസ്പെറ്റോസിസ് എന്ന് പറയും. സിലിക്കോസിസ്, സിലിക്ക പോലത്തെ എലമെൻസിനോട് ശരീരം അലർജിക്കാവാം. സിലിക്കോസിസ് കണ്ടീഷൻസ് ഉണ്ടാവും. പക്ഷേ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് പലരും വ്യത്യസ്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഈ അലർജീനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മദ്യപാനം, പുകവലി, അങ്ങനെ എന്തെങ്കിലും ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. നന്നായിട്ട് മഞ്ഞൾ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ഗാർലിക്, ഒനിയൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഡീവേമിങ് ചെയ്യുന്നത് എവറി 6 മന്ത് കൂടുമ്പം ഡീവേമിങ് ചെയ്യാൻ ശ്രമിക്കുക. ചൂടുള്ള ആഹാരങ്ങൾ തന്നെ കഴിക്കുക. വയറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു അലർജിയാണ്, ലാക്ടോസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടുള്ള പാനീയങ്ങൾ തന്നെ കഴിക്കുക, ചൂടുള്ള ആഹാരങ്ങൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. മധുരം ഒരു ഫെർട്ടിലൈസറാണ്, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. നന്നായിട്ട് ഈ പറയുന്ന സാലഡുകൾ, എസ്പെഷ്യലി ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക. അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ നല്ലതാണ്. നട്ട്സുകളും സീഡ്സുകളും ഡെയിലി ഉൾപ്പെടുത്തുക. നിങ്ങൾക്കിപ്പം മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, അതേപോലെ തന്നെ ജലദോഷം, ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അലർജി ആണെങ്കിൽ ഹോം റെമഡീസ് നോക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ തേനും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ജിഞ്ചർ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് തുല്യ അളവിൽ മിക്സ് ചെയ്തതിന് ശേഷം രാവിലെ ഒരു 11 മണിയാകുമ്പോൾ കുടിക്കാവുന്നതാണ്. അതൊരു പരിധിവരെ അലർജി റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ മഞ്ഞൾ അല്ലെങ്കിൽ നമ്മൾ ടെർമറിക് പൗഡർ, അതേപോലെ കോക്കനട്ട് മിൽക്ക്, അതിലേക്ക് കുറച്ച് പെപ്പറും, ഇത് 3ഉം തുല്യ അളവിലെടുത്തതിന് ശേഷം കോക്കനട്ട് മിൽക്ക് ഒരു ഗ്ലാസ്സിലെടുക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടിയും അതേപോലെ പെപ്പർ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുന്നത് അലർജി റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തണുത്ത പാനീയങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ AC ഫാനൊക്കെ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പോഷർ കുറയ്ക്കുക. തണുത്ത അറ്റ്മോസ്ഫിയറിൽ നിന്നും കുറച്ചുകൂടി ഹോട്ട് ക്ലൈമറ്റിലേക്ക് എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആ ഒരു റൂട്ട് കോസിനെ കണ്ടെത്തുക, ആ ഒരു ഇറിറ്റൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജീനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.